ചൊവ്വന്നൂരിൽ വീണ്ടും നടപടി. ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സെബേറ്റ വർഗീസിനെ പുറത്താക്കി. 2 SDP അംഗങ്ങളുടെ പിന്തുണയോടെയായിരുന്നു സെബേറ്റയുടെ ജയം. സൂരജ് സജി തൃശൂരിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, ഒരു രാത്രി കഴിഞ്ഞു പോകേണ്ട നടപടി എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആ രീതിയിലുള്ള നടപടികൾ ഒന്നിനു പിറകെ ഒന്നായി വരികയാണ്. എന്താണ് ഇപ്പോഴത്തെ ചൊവ്വന്നൂരിലെ ഈ പുതിയ നടപടി? പ്രജിൻ, അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രി തുടർച്ചയായുള്ള നടപടികളിലേക്ക്, അച്ചടക്ക നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നുള്ളതാണ്. മറ്റത്തൂരിലെ മാരത്തൺ നടപടി കണ്ടു. അതിന് പിന്നാലെ ചൊവ്വന്നൂരിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തിരുന്ന നിതീഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതിന് പിന്നാലെയാണ് ഈ ചൊവ്വന്നൂരിൽ തന്നെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സെബേറ്റ വർഗീസിനെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. സെബേറ്റയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി DCC നേതൃത്വം അറിയിക്കുന്നു. അവിടെ 5 സീറ്റായിരുന്നു UDF-നുണ്ടായിരുന്നു. അവിടെ 2 SDP-യുടെ അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് UDF പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ച് കയറിയത്. പിന്നീട് അവർ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ അവർ പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ രാജിവെക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പാർട്ടി രാജി ആവശ്യപ്പെട്ടതോടുകൂടി ഇവർ രാജിവെക്കാൻ തയ്യാറായില്ല. പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് ഈ DCC നേതൃത്വത്തോട് അവരോട് രാജിവെക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. പക്ഷേ ഈ രാജിക്ക് ഇവർ വഴങ്ങാതായതോടുകൂടിയാണ് ഇപ്പോൾ സെബേറ്റ വർഗീസിനെയും പുറത്താക്കിയിരിക്കുന്നത്. പ്രജിൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ച സംഭവം, ആ മർദ്ദനത്തിനെതിരെ പോരാട്ടം നയിച്ചതിൽ പ്രധാനി അവിടുത്തെ പ്രാദേശിക നേതാവായിട്ടുള്ള വർഗീസ് ചൊവ്വന്നൂരായിരുന്നു. ആ വർഗീസ് ചൊവ്വന്നൂരിന്റെ ഭാര്യയാണ് ഈ സെബേറ്റ വർഗീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വർഗീസ് ചൊവ്വന്നൂരിനും ഈ SDP പിന്തുണ നേടിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുണ്ടോ എന്നത് സംബന്ധിച്ചും ഇപ്പോൾ DCC പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും വർഗീസ് ചൊവ്വന്നൂരിനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി DCC പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിൻ, ശരി. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.